നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ മില്ലറ്റ് വർഗ്ഗത്തിൽപ്പെട്ട റാഗി അഥവാ കുവരക കൊണ്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയും ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. പിന്നെ ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനുള്ള ചമ്മന്തിയും ദോശപ്പൊടിയും കൂടി ഉണ്ടാക്കാം. പിന്നെ ടിപ്സ് വിശേഷങ്ങളും കാണാം. വീഡിയോ മുഴുവനായി കാണുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റാഗി മുളപ്പിച്ച ശേഷം ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന റാഗിയാണ്. അഥവാ നമ്മുടെ കയ്യിൽ അതില്ല എങ്കിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന റാഗി ഉപയോഗിച്ചാലും മതി. മുളപ്പിച്ച റാഗിക്ക് ഒരുപാട് സവിശേഷതകളുണ്ടെന്നറിയാമല്ലോ. റാഗി മുളപ്പിച്ച ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 1 കപ്പ് റാഗിയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. 1 കപ്പ് റാഗിക്ക് 1/3 കപ്പ് ചമ്പാവ് പച്ചരി, ചുമന്ന കളറുള്ള പച്ചരി, അതും പിന്നെ അതില്ല എങ്കിൽ സാധാ പച്ചരി എടുത്താലും മതി. അതുപോലെ 1/3 കപ്പ് ഉഴുന്നും, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, ഇത്രയാണ് വേണ്ടിയത്. പിന്നെ ഒരു 1/4 കപ്പ് ചുമന്ന അവൽ വേണേ. അഥവാ അവലും ഇല്ല, കൈവശമില്ലെങ്കിൽ നമുക്ക് ചോറ് ഉപയോഗിച്ചാലും മതി. അവലിപ്പോൾ ഉപയോഗിക്കേണ്ട. മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഒന്ന് കുതിർത്ത ശേഷം ഇടാം. അപ്പോൾ ഈ പച്ചരിയും ഉലുവയും ഉഴുന്നും നന്നായിട്ട് കഴുകിയെടുക്കണേ. 3-4 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളം തെളിഞ്ഞ് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റാഗി കൂടെ ഇട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണേ. ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ച ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്ന വെള്ളം കളയരുത്, അതാണ് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഈ സമയത്ത് അവലിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കണേ. അതൊരു 10 മിനിറ്റിനകം കുതിർന്ന് വരും. അരയ്ക്കാൻ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. ആ കുതിർത്ത അവൽ കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അവലിടുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല. അവൽ കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കണം. കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പിടാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അടപ്പിൽ ചെറിയൊരു ഹോളുള്ള അടപ്പുണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അല്പം തുറന്നു വെച്ചാലും മതി. ചെറിയൊരു എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാവ് നന്നായി പൊങ്ങി വരും. ഒരു 8 മണിക്കൂർ ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബൗളിൻ്റെ മുകൾ ഭാഗം വരെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. നന്നായി ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം ആദ്യം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇതേ മാവ് തന്നെയാണ്. കട്ടി കൂടുതലാണെങ്കിൽ ദോശയ്ക്ക് അല്പം വെള്ളം കൂടി ചേർത്താൽ മതി. ഇത് പ്രസ്റ്റീജിൻ്റെ ഒരു പ്രഷർ പാനാണ്. എളുപ്പത്തിൽ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇഡ്ഡലി തട്ട് കഴുകിയ ശേഷം വെള്ളം തുടയ്ക്കാതെ തന്നെ എണ്ണ തൂത്താൽ പെട്ടെന്ന് ഇളകി വരും. കുക്കറിൽ അല്പം വെള്ളം ഒഴിക്കുക. ഈ തട്ട് അതിലേക്ക് ഇടുക. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഈ തട്ടിലേക്ക് മാവ് ഒഴിക്കുക. രണ്ടാമത്തെ തട്ട് വയ്ക്കുമ്പോൾ ഈ ഭാഗം താഴത്തെ ഇഡ്ഡലിക്ക് നേരെ മുകളിൽ വരരുത്. ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം വയ്ക്കാൻ. എല്ലാ തട്ടിലും ഒഴിച്ച ശേഷം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വയ്ക്കുക. വെയിറ്റ് വയ്ക്കില്ല. നന്നായി സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് മതി ഇത് വെന്ത് വരാനായിട്ട്. ഇപ്പം നല്ല സ്റ്റീം വന്ന ശേഷം ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതിന് വെന്തോ എന്നറിയാനായിട്ട് ഒരു ഈർക്കിലിയോ സ്ക്യൂവറോ കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. അതിൽ മാവ് പച്ചമാവ് പറ്റി പിടിച്ചില്ലെങ്കിൽ വെന്തു എന്നർത്ഥം. ചൂടോടെ തന്നെ പെട്ടെന്ന് ഇഡ്ഡലി എടുക്കണമെങ്കിൽ അല്പം വെള്ളം കുടഞ്ഞാൽ മതി, പെട്ടെന്ന് ഇളകി വരും. ഇനി നമുക്ക് ദോശ കൂടി പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കാണാം. സ്റ്റൗ കത്തിച്ച് ദോശക്കല്ല് വയ്ക്കുക. ദോശക്കല്ല് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അല്പം എണ്ണ തൂത്ത് ദോശമാവ് കോരി ഒഴിക്കുക. ദോശക്കല്ല് അധികം ചൂടായാൽ നമുക്കിതുപോലെ പരത്താൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഓപ്ഷനിലാണ്. ഒരല്പം നെയ്യ് ശരീരത്തിന് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല ടേസ്റ്റും കൂടും. ഇതുപോലെ പരത്തി ചുടുകയാണെങ്കിൽ ഒരു വശത്തിന് ഒരു 30 സെക്കൻഡ് മതി. അത് കഴിയുമ്പോൾ മറിച്ചിടുക. ദോശമാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ദോശക്കല്ലിന് ചൂട് കൂടുതലാണെങ്കിൽ ഇതുപോലെ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞാൽ മതി. ഹോട്ടലുകളിലും മറ്റ് തട്ടുകടകളിലും ഒക്കെ ഇതുപോലെ വെള്ളം കുടയുന്ന കണ്ടിട്ടില്ലേ? കല്ലിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റാഗിയിൽ ധാരാളം അയൺ ഉണ്ട്. അപ്പോൾ ഒപ്പം വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ അയൺ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി കൂടി വേണം. നമ്മളപ്പോൾ റാഗി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയൺ നമുക്ക് ലഭിക്കും. നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിച്ചാൽ ക്രിസ്പി ആയിട്ടിരിക്കും. തണുത്താലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പം നമുക്കിനി
ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാനുള്ള നല്ലൊരു ചമ്മന്തി കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് നുറുക്കിയിടുക, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ ഉപ്പ്, അല്പം കറിവേപ്പില, ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ 1/2 ടീസ്പൂൺ. ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ച ശേഷം വെള്ളം ചേർക്കാം. 1/4 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. ചമ്മന്തി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കടുവറുത്തെടുത്താൽ മതി. ഒരു ചെറിയ തവ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ കടുക്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 ചുമന്ന മുളക് ഒന്ന് പൊട്ടിച്ചിടുക. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ചമ്മന്തി അതിലേക്ക് ഒഴിക്കുന്നത്. കാരണം അല്ലെങ്കിൽ വലിയ ശബ്ദവും തീയും ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ചമ്മന്തി അതിലേക്ക് ഒഴിച്ച ശേഷം ചമ്മന്തി എത്ര കട്ടി വേണം എന്നതിനനുസരിച്ച് അല്പം വെള്ളം കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് റിൻസ് ചെയ്ത് അതിലേക്ക് ഒഴിക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറുതായിട്ട് അറ്റം തിളയ്ക്കുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൂടുതൽ തിളച്ചാൽ കൊത്തും വെള്ളവുമായി ചമ്മന്തി പിരിഞ്ഞു പോകും. നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കുന്ന പൊടി. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ പൊടി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരുപാട് നാൾ കേടാകാതിരിക്കും, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. 2 സ്പൂൺ പൊടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും മറ്റ് കറികളൊന്നും വേണ്ട. ചമ്മന്തി അരയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിൽ ഈ പൊടി മാത്രം മതി. ഈ പൊടിയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയും ഇഡ്ഡലിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലി ആയാലും ദോശയായാലും ചമ്മന്തിപ്പൊടി എല്ലാം ഓരോ പ്രാവശ്യം ഓരോന്നായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ. എല്ലാം നല്ല ഹെൽത്തി. മാത്രമല്ല മില്ലറ്റ് വർഗ്ഗത്തിൽപ്പെട്ട, അതായത് ചെറുധാന്യ വർഗ്ഗത്തിൽപ്പെട്ട കൂവരക് അത്ര വിലയൊന്നുമുള്ള സാധനമല്ല, എല്ലായ്പ്പോഴും എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തിന് എന്തുകൊണ്ടും വളരെ നല്ലത്. ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ദോശപ്പൊടി വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വയ്ക്കുക. 1/2 കപ്പ് ഉഴുന്ന് അതിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് മാറ്റി വയ്ക്കുക. അതേ പാനിൽ തന്നെ 1/4 കപ്പ് തൂരപ്പരിപ്പ്, 4 വറ്റൽ മുളക് 2ആയി മുറിച്ചതും, 2 തണ്ട് കറിവേപ്പിലയും, 1 വെളുത്തുള്ളി അല്ലി നേർമയായി അരിഞ്ഞതും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വറക്കണം. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്നുകൂടി ഇളക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അല്പം തണുത്ത ശേഷം നേരത്തെ വറുത്ത് വെച്ച് ഉഴുന്നും ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുക. സ്പീഡ് 1-ലാണ് ഇടേണ്ടത്. അല്പം തരിതരിപ്പോടെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഈ പൊടി അല്പം വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഗ്ലാസ് ബോട്ടിലുകളിൽ സൂക്ഷിച്ചാൽ കേടാകാതിരിക്കും. ഇനി നമുക്ക് ഈ ദോശ തവയൊന്ന് പരിചയപ്പെടാം. ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിച്ച തവയാണിത്. ഇത് ഇൻഡക്ഷൻ ഫ്രണ്ട്ലിയാണ്, നോൺ സ്റ്റിക്കാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. സാധാരണ ചപ്പാത്തിയൊക്കെ ഒരു മാക്സിമം 8 മുതൽ 10 ഇഞ്ച് വരെയാണ് വലിപ്പം. പ്രസ്റ്റീജ് കമ്പനിക്കാരുടെയാണ്. വെയിറ്റ് ഏകദേശം 1 കിലോ വരും. ഞാനിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില 1399 രൂപയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇന്നത്തെ ഈ റാഗി റെസിപ്പിയെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ചമ്മന്തിയും പൊടിയും ഒക്കെ തീർച്ചയായും ഉപകാരപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യാൻ മടിയൊന്നും വിചാരിക്കരുത്. താങ്ക് യു.